ഇറങ്ങും മുമ്പ് തമ്പാൻ ചോദിച്ചതാണ് ഈ പുഴയിൽ മുതലയുണ്ടോന്ന്. ഇല്ല എന്നുള്ള നമ്മുടെ വാക്ക് വിശ്വസിച്ചാണ് പാവം പുഴയിലിറങ്ങിയത്. പക്ഷെ അതൊരു ദുരന്തമായി മാറിയല്ലോ ഭഗവാനെ. ഒരു അപശകുനം പോലെ തമ്പാന്റെ സംശയം അർത്ഥവത്തായല്ലോ മഹാരാജൻ. തമ്പുരാനെ, ഇവിടെ ആരുമില്ല തമ്പുരാനെ. ഭഗവാനെ, കൈലാസനാഥ, എന്തൊരു പരീക്ഷണമാണിത്. മാധവൻ ചേട്ടാ, എന്താണ് എല്ലാരും ധൃതിയിൽ? അറിഞ്ഞില്ലേ, കുളിക്കാൻ ഇറങ്ങിയ കൈപ്പുഴ തമ്മാനെ മുതല പിടിച്ചു വന്നു. ഈ പുഴയിൽ മുതലയോ? എന്തായാലും വരൂ, നോക്കാം. പന്തളത്തിന്റെ യശസ്സിന് ഒരു തീരാ കളങ്കമായി പോയല്ലോ മന്ത്രി തമ്പാന്റെ ദുരന്തം. കുറച്ചുനാളെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ വിയോഗം നമ്മെ വല്ലാതെ തളർത്തുന്നു. തളരരുത് തിരുമനസേ, വിധിയെ തടക്കാൻ ആർക്കും ആവില്ലല്ലോ. എന്താ തിരുമനസേ മുഖം വാടിയിരിക്കുന്നത്? നദിയിലിറങ്ങിയപ്പോ തമ്പാൻ അദ്ദേഹത്തെ മുതല കടിച്ചുകൊണ്ട് പോയി. പുഴയാകെ മുങ്ങിത്തപ്പി, എങ്ങും കണ്ടെത്താനായില്ല. സ്നാനവും കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തി വരാമെന്ന് പറഞ്ഞ് പോയതാ. എന്നിട്ട് ഈ ഗതിയായല്ലോ ഭഗവാനെ. മുതലക്കെന്ത് മാന്ത്രികൻ, അതിന്റെ വായിപ്പെട്ട വല്ല രക്ഷയുണ്ടോ? എന്താ റാണി ഈ അശുഭ വാർത്ത കേട്ട് ചിരിക്കുന്നത്? തിരുമനസ് വരൂ. എന്താ പത്മിനി? എന്താ തമ്പുരാനെ, ഭയന്നു പോയോ? എന്താ തമ്പാനി ഇത്? ഭയപ്പെടുത്തി കളഞ്ഞല്ലോ ഞങ്ങളെയൊക്കെ. സമ്മതിച്ചിരിക്കുന്നു, അങ്ങ് വെറും ഒരു മാന്ത്രികനല്ല, മഹാമാന്ത്രികൻ തന്നെ. സത്യത്തിൽ അങ്ങേ മുതല വിഴുങ്ങിന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു. കാണികളെ വിസ്മയിപ്പിക്കുക എന്നതാണ് മാന്ത്രിക ധർമ്മം. ഞാനും അത്രേ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും തമ്പാനും റാണിയും എല്ലാരും കൂടെ നമ്മെ ഏറെ ഭയപ്പെടുത്തി. ഭയപ്പെട്ടു പോയെങ്കിലും ആ വിനോദം ഇപ്പോ നാമും ആസ്വദിക്കുന്നു. പ്രണാമം മഹാരാജൻ. അങ്ങയുടെ സന്ദർശനം ഈ പന്തളം കൊട്ടാരത്തിലെ എല്ലാവരെയും, അതിലുപരി നമ്മെയും ഏറെ സന്തോഷിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സരളഹൃദയനായ അങ്ങയുടെ നർമ്മരസങ്ങളും മാന്ത്രിക വിദ്യകളും നമ്മുടെ മനസ്സിൽ നിന്നും ഒരു കാലവും മായുകയില്ല. അങ്ങയ്ക്ക് എന്ത് തന്നെ തൃപ്തിപ്പെടുത്തണമെന്ന് നമുക്കറിയില്ല. എങ്കിലും നമ്മുടെ പാരിതോഷികമായി ദാ ഇത് സ്വീകരിച്ചാലോ? നാമും ഏറെ സന്തോഷത്തിലാണ്.
അങ്ങയുടെ ആതിഥേയത്വം നാമും ഈ ജീവിതകാലം മറക്കില്ല. ബന്ധുമിത്രാദികളാരും ഇല്ലാതിരുന്ന നമുക്ക് ഇപ്പോ എല്ലാവരും ഉണ്ടെന്നൊരു തോന്നൽ. അങ്ങ് പോകുന്നുവെന്നറിഞ്ഞപ്പോ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു വിങ്ങൽ. കാരണം കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖമെല്ലാം മറന്ന് മഹാരാജാവ് ഒന്ന് ചിരിക്കുന്നത് കണ്ടത് ഇപ്പോഴാണ്. അതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ജീവിതചക്രം അങ്ങനെയാണ്. ചിലപ്പോൾ ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, ഒരു ബന്ധുവിനെ പോലെ. ചില ബന്ധുക്കൾ അകന്നു പോകും, ശത്രുവിനെ പോലെ. തിരുമനസ് വിദ്വേഷം വച്ച് പുലർത്താറില്ല. എല്ലാ പേരും ബന്ധുക്കൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് താലോലിക്കാൻ ഒരു അനന്തരാവകാശിയെ ഈശ്വരൻ നൽകില്ലല്ലോ എന്നോർത്ത് നാമും ദുഃഖിക്കാറുണ്ട്. തമ്പുരാട്ടിക്ക് ഓമനിക്കാൻ ഒരു കുഞ്ഞിനെ ലഭിക്കണേ ഭഗവാനെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ. വഴിപാടുകളും നേർന്നിട്ടുണ്ട്. ഇത്രയൊക്കെ മനസ്സിന് നന്മയുള്ളവരുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല. ഈ നാടിനും ദേശത്തിനും എന്നും അഭിവൃദ്ധി മാത്രമേ ഉണ്ടാകൂ. എന്റെ ആഗമനത്തിന് പിന്നിലും ഒരു നല്ല ഉദ്ദേശമുണ്ട്. ബന്ധുമിത്രാദികൾ ആരുമില്ലാത്ത നമുക്ക് നോക്കത്താ ദൂരത്ത് കിടക്കുന്ന ഭൂസ്വത്തുക്കളും സമ്പത്തുമുണ്ട്. അത് ഈ ദേശത്തിന്റെ വിസ്തൃതി വിപുലീകരണത്തിനും ഉന്നമനത്തിനുമായി പന്തളം ദേശത്തിനു വേണ്ടി ഇഷ്ടദാനം നൽകാൻ നാം ആഗ്രഹിക്കുന്നു. ആയതിനാൽ ഈ സ്വർണ്ണ നാണയങ്ങൾ തിരികെ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതിലൊരു നാണയമെങ്കിലും നമുക്ക് തന്നൂടായിരുന്നു. ഫൽഗുന, ഇത് വാങ്ങിക്കോളൂ. അയ്യോ വേണ്ടായേ, വേണ്ട. പോയി വാങ്ങിച്ചോ. ഒന്ന് ചുമ്മാ എനിക്ക് പേടിയാ, തേളാവും. വേണ്ട. പേടിക്കണ്ട, ഇത് സ്വർണ്ണ നാണയം തന്നെയാ, വാങ്ങിക്കോളൂ. വേണ്ടാഞ്ഞിട്ടാ, വേണ്ട. അദ്ദേഹം വളരെ സന്തോഷത്തോടെ തരുന്നതല്ലേ, വാങ്ങിച്ചോളൂ. ഓ വാങ്ങാവേ. ഉം. അങ്ങ് തന്ന ഈ സമ്മാനം ദയവായി തിരികെ വാങ്ങണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. മടിക്കണ്ട, വാങ്ങിച്ചോളൂ. ഇത് അങ്ങ് നിധി പോലെ സൂക്ഷിക്കണം. തുറന്നു നോക്കിയാലും. തുറക്കുമ്പോ കണ്ടു കരിമൂർഖനായിരിക്കും. ഓടാൻ പാകത്തിന് മാറി നിന്നോ.
ശിവനെ പൂജിക്കുന്ന അങ്ങേക്ക് സ്വർണ്ണ ശിവലിംഗവും മഹാവിഷ്ണുവിനെ പൂജിക്കുന്ന റാണിക്ക് വിഷ്ണു രൂപവും. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകട്ടെ. ഈശ്വര നിശ്ചയമുണ്ടെങ്കിൽ വീണ്ടും കാണാൻ അവസരമുണ്ടാകും. തൽക്കാലത്തേക്ക് വിടാം. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹേ തന്ന രുദ്രപ്രചോദയാത്. ഓം ശ്രീ ലക്ഷ്മിപ്രിയായ വിഷ്ണുമൂർത്തയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ. ഭഗവാനെ, കാരുണ്യമൂർത്തേ, അങ്ങയുടെ കടാക്ഷത്താൽ സകല സൗഭാഗ്യങ്ങളും നമുക്കുണ്ടായി. പക്ഷെ ഒരു സന്തതി കുലമറ്റു പോകാതിരിക്കുവാനായി ഒരു പൊന്നോമന. ആ ഒരു സൗഭാഗ്യം തന്നനുഗ്രഹിക്കണമേ എന്ന് എത്രയോ കാലങ്ങളായി അങ്ങയോട് ഞാൻ കരഞ്ഞപേക്ഷിക്കുന്നു. അതിനായി ഇനിയും എത്ര നാൾ ഈ ഉള്ളവൾ കാത്തിരിക്കണം ഭഗവാനെ. അങ്ങയുടെ ചരണങ്ങളിൽ ശരണം പ്രാപിച്ച് ഈ അശരണയെ കൈവിടരുതേ ഭഗവാനെ. തമ്പുരാട്ടി, തമ്പുരാട്ടി, എഴുന്നേക്ക് തമ്പുരാട്ടി. തമ്പുരാട്ടി കണ്ണു തുറക്കാൻ. തമ്പുരാട്ടിക്ക് ഇത് എന്തു പറ്റിയതാ? തമ്പുരാട്ടിയെ നോക്കിക്കോ, ഞാൻ പോയി മഹാരാജാവിനെ വിവരം അറിയിക്കാം. തമ്പുരാട്ടി, 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 എനിക്ക് തമ്പുരാട്ടി, തമ്പുരാട്ടി കണ്ണു തുറക്ക് തമ്പുരാട്ടി, തമ്പുരാട്ടി കണ്ണു തുറക്ക് തമ്പുരാട്ടി. പകിട 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 12. അയ്യോ, 6 ഉള്ളൂ. പകിട 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 12. 12. തിരുമനസിനെ അങ്ങനെയൊന്നും ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു ദിവസമെങ്കിലും ഞാനൊന്ന് ജയിച്ചാ മതിയായിരുന്നു. മതിയായിരുന്നു, പക്ഷെ ജയിക്കണ്ടേ. ഇവിടെ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല മന്ത്രി. കളിയെ കളിയായിട്ട് കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. മനസ്സിലായില്ല? തമ്പുരാനെ, തമ്പുരാട്ടി പൂജാമുറിയിൽ ബോധരഹിതയായി വീണു. റാണിക്ക് എന്തു പറ്റി? എന്റെ ഭഗവാനെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ബോധം പോയി.
എന്താ സംഭവിച്ചു? അവിടുന്ന് ഭയപ്പെടണ്ട. നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്ന് മോഹലസ്യപ്പെട്ട് വീണു, അത്രേ ഉള്ളൂ. നാം ആകെ ഭയന്നുപോയി. ഭയക്കണ്ട തിരുമനസേ. തിരുമനസേ, അങ്ങൊരു പിതാവാകാൻ പോകുന്നു. സത്യമാണ് നാമി കേട്ടത്. ഭഗവാനെ, കൈലാസനാഥ, ശ്രീ പരമേശ്വര, ശ്രീനീലകണ്ഠ, അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ടുവോ? നമ്മുടെ അനബദ്ധ്യ ദുഃഖത്തിന് അങ്ങൊരു പരിഹാരം കണ്ടല്ലോ. നന്ദി ഭഗവാനെ, 1000 നന്ദി. റാണി വിശ്രമിക്കൂ. നാം വേഗം കൊട്ടാരം വേദിന് വിളിപ്പിക്കാം. ഇനിയെല്ലാം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാവട്ടെ. മന്ത്രി, കൽപ്പിച്ചാലും എത്രയും വേഗം വൈദ്യരോട് നമ്മെ മുഖം കാണിക്കണമെന്ന് അറിയിക്കണം. കൽപ്പന പോലെ തമ്പുരാൻ. ധനം എന്നത് ഒരു വിശ്വാസം മാത്രമാണ്. മനം തന്നെയാണ് സ്വത്ത്. സ്വാമിയേ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ ശരണമേ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പ്രദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം.
हेमकृते मङ्गलम् किञ्चालङ्कृतमङ्गलम् प्रणमतां चिन्तामणै मङ्गलम् पञ्चशध्वजमङ्गलम् त्रिजगदामात्यप्रभो मङ्गलम् पञ्चस्तोपममङ्गलम् श्रुतिशिरोलङ्कारसन्